മക്കളെ മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയെന്ന് എനിക്കറിയാം. ഒരു വർഷത്തിന് ശേഷം, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ കല്യാണ വിശേഷങ്ങളുമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് എൻ്റെ പെണ്ണ് കാണൽ ചടങ്ങിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അപ്പം ഞാൻ ഇരിക്കുന്ന അതാണ് നമ്മുടെ പയ്യൻ. ഞാൻ ആദ്യമായും അവസാനമായും കണ്ടൊരു പയ്യനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. പിന്നെ വീട്ടുകാരത് അറേഞ്ച് ആക്കി. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. വളയിടൽ ചടങ്ങായി, ബ്രൈഡ്സ് ടു ബി ആയി, പിന്നെ സേവ് ദ ഡേറ്റ് ആയി, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-7 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഗൾഫിലാണ്. അപ്പോൾ ആൾ തിരിച്ച് ഗൾഫിലൊക്കെ പോയി തിരിച്ച് വന്നിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു, ട്രിവാൻഡ്രത്തെ സ്പെഷ്യൽ സദ്യയൊക്കെ കഴിച്ചു. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ആട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവർ പോയി. പിന്നെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് വന്നത്. എനിക്ക് നിങ്ങളെ ഇതിനകത്ത് മ്യൂസിക് ഇട്ട് കേൾപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കാണൂ. എനിക്ക് ഇപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടേതൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആട്ടോ. ഞാൻ ക്രിസ്ത്യനാണ്, ഏട്ടൻ ഹിന്ദുവാണ്. എൻ്റെ നാട് തിരുവനന്തപുരമാണ്, ആളുടെ നാട് കോഴിക്കോടാണ്. അപ്പം അതിൻ്റെ ഒരു മേ ബി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഏട്ടൻ ഇപ്പോൾ നാട്ടിലില്ല, ആൾ ഗൾഫിലാണ്. അപ്പോൾ ആൾ നാട്ടിൽ വരുന്ന ടൈമിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ ലവ് സ്റ്റോറി ആ ടൈമിൽ ഞങ്ങൾ റിവീൽ ചെയ്യാം കേട്ടോ. ഇത് ഞങ്ങളുടെ ബ്രൈഡ്സ് ടു ബി ആട്ടോ. അടിച്ച് പൊളിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സും എൻ്റെ ഫ്രണ്ട്സിനാട്ടോ. അവരാണ് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരുങ്ങി അങ്ങ് ചെന്ന് നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവരാട്ടോ എനിക്ക് ചെയ്തത്. സോ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണമായി ഗൈസ്. April 30 എൻ്റെ കല്യാണം. അത് ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ നേരെ കോഴിക്കോട് പോയി. പിറ്റേ ദിവസം മെയ് ഫെസ്റ്റിനാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഏട്ടൻ്റെ വീട്ടിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾ ഹിന്ദുവാണ്. അപ്പം ഞങ്ങൾ കല്യാണം ഞാൻ എൻ്റെ രീതിയിലായിരുന്നു, ക്രിസ്ത്യൻ രീതിയിലായിരുന്നു. പിന്നെ അവിടെ വീട്ടിൽ കയറുന്നതൊക്കെ എല്ലാം പിന്നെ നമ്മൾ അവരുടെ രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് പുതുമയുള്ളൊരു കാര്യമായിരുന്നു. കാരണം ട്രിവാൻഡ്രത്ത് ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ കോഴിക്കോട് എൻ്റർലി ഡിഫറൻ്റ് ആട്ടോ. അവിടെ പല കാര്യങ്ങളും അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ ഇങ്ങനെ പതുക്കെ നിങ്ങൾക്ക് എൻ്റെ ഇനിയുള്ള വ്ളോഗുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഞാൻ ഇവിടുത്തെ രീതിയിൽ ചെയ്തത് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറുന്ന ടൈമിൽ നമ്മളിങ്ങനെ നമ്മുടെ അമ്മായിയമ്മയ്ക്ക് ഞങ്ങളുടെ ഇവിടുത്തെ രീതി അങ്ങനെ കേട്ടോ. അതങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതങ്ങനെ ഒരു ചടങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സന്തോഷത്തിൻ്റെ രീതിക്ക് കൊടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നിരുന്നിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ ഫിലിമിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെ പാലും പഴവും ഒക്കെ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അന്ന് നമുക്കങ്ങനെ വേറെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് അന്ന് ജസ്റ്റ് വീട്ടിൽ കയറുക എന്നുള്ളൊരു കാര്യം, അതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഗൈസ് ഞങ്ങളുടെ മധുരം വയ്പ്പെന്ന്. അത് ഞങ്ങൾ ജസ്റ്റ് ആ ഒരു രീതിയിലാക്കിയതാട്ടോ. കാരണം പിറ്റേ ദിവസം May 2 അങ്ങനെ വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കസിൻസും അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സും ആ സമയത്ത് എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. May 2 കാരണം നമുക്ക് May 3 ഞങ്ങളുടെ റിസപ്ഷൻ വരുന്നത്. ഏട്ടൻ്റെ അവിടുത്തെ റിസപ്ഷൻ May 3. അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാവരും വന്നു. എൻ്റെ ഇവിടെ നിന്ന് എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം അടിച്ചു പൊളിച്ചു, ഡാൻസും പാട്ടും. ഇത്രയും കോഴിക്കോട് എന്ന് പറയുമ്പോഴേ നമുക്ക് ആ ഒരു വൈബാട്ടോ. എല്ലാവരും ഫുഡാണെങ്കിലും അങ്ങനെ തന്നെ, ആളുകളാണെങ്കിലും അങ്ങനെ തന്നെ, നല്ല സ്നേഹമുള്ള ആൾക്കാരാട്ടോ കോഴിക്കോട്ടുകാർ. ബാക്കിയുള്ള ജില്ലക്കാർക്കൊന്നും സ്നേഹമില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ കോഴിക്കോട് പോയപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലാത്ത എന്തൊക്കെയോ ചില സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഫുൾ നൈറ്റ് ടൈമിൽ എല്ലാവരും ഡാൻസും പാട്ടും ഒന്നും പറയണ്ട, അടിച്ച് പൊളിച്ചു ഞങ്ങൾ അന്നത്തെ ദിവസം. ഫുഡും എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ നൈറ്റ് ടൈമിൽ ഞങ്ങളവിടെ പാട്ടൊക്കെ വെച്ച് കസിൻസും റിലേറ്റീവ്സും പിള്ളേർ സെറ്റും എല്ലാവരും ഒക്കെ ആയിട്ട് ഫുൾ ഫുൾ വൈബിലായിരുന്നു. പിന്നെ മധുരം കൊടുക്കലും ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ആ ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളായിട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇതുപോലെ നമുക്ക് ചെയ്യാം എല്ലാവരെയൊക്കെ വിളിച്ചിട്ട്. അങ്ങനെ May 2 അന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. പിറ്റേ ദിവസമായിരുന്നു ഗൈസ് May 3 എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഈ കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു എൻ്റെ റിസപ്ഷൻ വരുന്നത്. ഏട്ടൻ്റെ അവിടുത്തെ റിസപ്ഷൻ ഇന്നായിരുന്നു, മീൻസ് കഴിഞ്ഞ വർഷം ഈ സമയത്തായിട്ടോ. അതും നല്ല അടിപൊളിയായിരുന്നു. ഒത്തിരി ഞാനിങ്ങനെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇതാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇതെൻ്റെ ഫ്രണ്ട്സ്, അവർ സർപ്രൈസായിട്ട് എനിക്കറിയത്തില്ല ഇതൊക്കെ എപ്പോഴാണ് ഈ പിള്ളേർ റെഡിയാക്കിയെന്ന് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ സാറുമാരും പിന്നെ എൻ്റെ റിലേറ്റീവ്സും പിന്നെ ഇതെൻ്റെ പള്ളിയിലെ ചേട്ടന്മാരാണ്, അവരൊക്കെ വന്നു. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് ഒരു ഡാൻസ്. പക്ഷേ ഞങ്ങളിത് തലേന്ന് May 2 ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്ത ഒരു ഡാൻസും പ്രോഗ്രാമായിരുന്നു. രാത്രി 12 മണി വരെ നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ റിസപ്ഷനൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ റിലേറ്റീവ്സ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഫുഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ കൊടുത്ത് അവർ ഉച്ചയോടെ തിരിച്ച് ട്രിവാൻഡ്രത്ത് പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കണം അങ്ങനെയൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ല കേട്ടോ. ഇന്ന് ഞാൻ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു വ്ളോഗായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടെയൊക്കെ ചേർത്ത് ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഉള്ള ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മെമ്മറബിൾ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിടാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പം എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനി എല്ലാ ദിവസവും ഞാൻ മാക്സിമം വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും എനിക്ക് വേണം. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ കോഴിക്കോട് ട്രിവാൻഡ്രം വ്ളോഗുകളൊക്കെ നമ്മൾ ഇനി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.